ഇപ്പോൾ ഈ സിനിമാ രംഗത്തെ പറ്റി ടി വിയിൽ ബഹളങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഇത് സാധാരണക്കാരുടെ ഇടയ്ക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർ പ്രശസ്തരല്ലാത്തതുകൊണ്ട് ടി വിയിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ഒരാൾ കൈക്ക് കയറി പിടിച്ചു, വള നോക്കുകയാണെന്നുള്ള ഭാവത്തിൽ കയ്യിൽ തലോടി. ഈ മാങ്ങ തേങ്ങ ആരോപണങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണ മനുഷ്യരുടെ ഇടയ്ക്കുണ്ട്. പോട്ടടി എന്നൊക്കെ പറയും. ഇപ്പോൾ പല നടിമാരും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർ നടിമാരാണെന്ന് നമ്മൾ അറിയുന്നത് തന്നെ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇവർ സിനിമാ നടിയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. സിനിമയിലുള്ള ആരെങ്കിലും 4-5 പേരുടെ ലിസ്റ്റും അങ്ങോട്ട് പറയുന്നു, അയാൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. വാസ്തവത്തിൽ ഇത്തരം പരാതികളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിൽ ഗോപ്യമായിട്ട് കൊടുക്കേണ്ടതാണ്. കോടതിയിൽ ഇൻ ക്യാമറ വിചാരണയിൽ പറയേണ്ട കാര്യങ്ങളാണ് ഈ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത്. മറ്റേ ഭാഗത്തുണ്ടാകുന്ന മാനനഷ്ടം ആരും കണക്കിലാക്കുന്നില്ല. ഒരു മനുഷ്യന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ. ഇത് കൂടാതെ ഇതൊരു അവസരമാക്കി എടുത്തിട്ട് ബഹളം വയ്ക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ തോന്നലാണ് കേട്ടോ, സത്യാവസ്ഥ എനിക്കറിയില്ല. നമ്മുടെ ഈ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലുണ്ട്. അതിലൊരു കഥാപാത്രം ഒരു സ്ത്രീയുണ്ട്. അവർ പല്ലൊക്കെ പൊങ്ങി നെഞ്ചൊക്കെ പരന്ന് ആകെ കൂടെ ഒരു വികൃത രൂപമാണ്. പക്ഷേ അവർ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഉത്സവപ്പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് ഒരൊറ്റ ബഹളം അങ്ങ് വയ്ക്കും. പോടാ, നിനക്കൊന്നും അമ്മയും പങ്ങിയും ഇല്ല, ആത്ത് ഈത്ത് എന്നൊക്കെ പറയാൻ ബഹളം. എല്ലാവരും ഓടിക്കൂടി എന്താ ചേച്ചി എന്താ മോളെ എന്നൊക്കെ ചോദിച്ചു. ദേ ഒരുത്തൻ എന്നെ കയറി പിടിച്ചു, അവനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ആളുകൾക്കറിയാം ആരും ഇവരെ പിടിച്ചിട്ടില്ല. ആളുകൾക്ക് ഒരു അട്രാക്ഷനും ഇല്ലാത്ത സ്ത്രീയാണെന്ന് പൊറ്റക്കാട് എഴുതുന്നു. ബട്ട് അവർ ഞാൻ സുന്ദരിയാണെന്ന് വരുത്താനായിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരുത്തനെ കയറി പിടിച്ചേന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവക്കാരും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം ഒരവസരമാണ്. ചാനലുകൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യൻ്റെ പരദൂഷണം പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ചാനലുകൾക്കും കിട്ടുന്നുണ്ട്. ചാനലുകൾ ഇത്തരം എത്ര പരാതികളുണ്ട്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കുണ്ടൊരു KUWJ എന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനം. അവർ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ നേതാക്കൾക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത FIR ഉണ്ട്. അതിൽ അന്വേഷണം നടത്താൻ അവർ തയ്യാറാണോ? അവർ നാട്ടുകാരെ മുഴുവനും ഉപദേശിക്കുന്നു. അതാണ് രൺജി പണിക്കർ ചോദിച്ചത്, നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചത്. അത് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. അപ്പോൾ ഈ കളിയാണ് നടക്കുന്നത്. പണം, പ്രശസ്തി, അധികാരം ഇതെല്ലാം ഉള്ള സ്ഥലത്ത് ചക്കരയിൽ ഈച്ച പൊതിയുന്ന പോലെ ആൾ കൂടും. അത് സിനിമാ രംഗത്തിനും ബാധകമാണ്. അവിടെ ആൾ കൂടി ഈ കച്ചറ നേരത്തെ മുതൽ നടക്കുന്നുണ്ട്. അത് സിനിമാ രംഗത്ത് മാത്രമല്ല, ഏറ്റവും അധികം വൃത്തികേടുകൾ നടക്കുന്നത് രാഷ്ട്രീയ രംഗത്താണ്. ഒരു പക്ഷേ സിനിമയും ചാനലുകളും പത്രപ്രവർത്തകരും ഒക്കെ ഒരേ ഇതിൽ വരും. 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ് ഈ 2 കൂട്ടർ. അപ്പോൾ എന്നിട്ട് ഈ പോട്ട് കോളിംഗ് കെറ്റിൽ ബ്ലാക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. അപ്പം ഞാൻ പോട്ട് കെറ്റിലിനെ കണ്ട്, അല്ലെങ്കിൽ എന്താ ചെണ്ട മദ്ദളത്തോട് സങ്കടം പറയുന്നു. മദ്ദളത്തിന് 2 വശത്തു നിന്നും അടി കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. ഓരോരുത്തരും പുണ്യാളനാകാൻ ശ്രമിക്കുന്നു. പുണ്യാളനാകാൻ ശ്രമിക്കുന്ന മധ്യസ്ഥന്മാരുമുണ്ട്. പ്രശ്നം തീർക്കാനായിട്ട് എങ്ങും തൊടാത്ത ചില സജഷൻസൊക്കെ പറയും. ഈ നമ്മുടെ ഒരു ബിഷപ്പ് മധ്യസ്ഥം പറയുന്നുണ്ടല്ലോ, ആനക്കാട്ടിൽ ഈപ്പച്ചൻ, കടയാടി രാഘവൻ, കടയാടി ബേബി, കടയാടി ഗ്രൂപ്പ്, കുന്നേൽ മത്തച്ചൻ, കുന്നേൽ ഔതക്കുട്ടി, കുന്നേൽ ഗ്രൂപ്പ്. ഇവർ തമ്മിൽ റേഞ്ച് പിടിക്കാനുള്ള ലേലത്തിലുള്ള മത്സരം. അതിൽ മധ്യസ്ഥം വഹിക്കുന്നു ബിഷപ്പ്. ആ ബിഷപ്പിനെയാണ് ഒറ്റ ഡയലോഗിൽ അതിൽ സോമൻ ഇരുത്തിക്കളയുന്നത്. ഒറ്റപ്ലാമൂട്ടിൽ ശോശ, അതായത് ഈ നിൽക്കുന്ന ഔതക്കുട്ടിയുടെ ഭാര്യയുടെ തള്ള, അവൾ ഇപ്പോഴും തിരുമേനിയുടെ ഉടപ്പുറന്നുള്ള അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി ദേഷ്യം വന്നിട്ട് വാട്ട് നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞു ചൂടാ. കാരണം മധ്യസ്ഥനായ തിരുമേനിക്ക്, ബിഷപ്പിന് അങ്ങേർക്കൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിൽ. ഇതാണ്
ഈ സിനിമാ രംഗത്ത് മധ്യസ്ഥന്മാരായിട്ട് പത്രസമ്മേളനം നടത്തി തിളങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, തിളങ്ങിയ ആളുണ്ട്. ആ ആൾക്കും ഒരു അജണ്ടയുണ്ട്, ഇതിൻ്റെ തലപ്പത്ത് വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുക. എനിക്ക് അനുകൂലമായിട്ട് പത്രസമ്മേളനം നടത്തിയാൽ ഞാൻ വഴങ്ങിത്തരാം എന്നൊരു നടി ഓഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. ഇല്ല. യു ഡോണ്ട് നോ എനിത്തിങ്. ഇതെല്ലാം ഇവരൊക്കെ അന്യോന്യം ചെയ്തവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇതിൻ്റെ കൂടെയുള്ള നമ്മൾ ഓക്കുപ്പേഷണൽ ഹസാർഡ് എന്ന് പറയുമല്ലോ, സിനിമയ്ക്ക് അതിൻ്റേതായ അതിൻ്റെ കൂടപ്പിറപ്പായ ഒരു അപകടമുണ്ട്. അത് സ്ത്രീകളുടെ ചാരിത്രം സംബന്ധിച്ചതാണ്. അതിൽ റിസ്ക് എടുക്കേണ്ടി വരും. അത് എടുക്കും, അത് പിടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടമുണ്ട് എന്നൊക്കെയുള്ള സ്ത്രീകളാണ് ഇതിൽ കയറി കൂടുന്നത്. ഒരു 90% ഭാഗ്യവും 10% നിങ്ങളുടെ കഴിവും ചേരുമ്പോഴാണ് നിങ്ങൾ നടിയോ നടനോ ആകുന്നത്. പിന്നെ ഭാഗ്യത്തിൻ്റെ എലമെൻറ്റ് കുറഞ്ഞു വരും, കഴിവിൻ്റെ എലമെൻറ്റ് കൂടി വരും. 90% കഴിവും 10% ഭാഗ്യവും ആയിട്ട് മാറും. ഇത് എല്ലാവരുടെയും ഹിസ്റ്റോറിക്കലി ഇവരുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കുക, പ്രശസ്തരായ പ്രഗത്ഭരായ സിനിമാ നടന്മാരുടെയൊക്കെ ചരിത്രം. ഇതിപ്പോൾ തുടങ്ങിയതുമല്ല. 2018 നാനാ പാടേക്കർ ബോളിവുഡിലെ ആ നടനെതിരെ ആണ് ഒരു കേസ് ആദ്യം വരുന്നത്. ആ കേസ് 2008 തുടങ്ങിയതാണ്. 2008 ഒരു പെൺകുട്ടി പരാതി പറയുന്നു നാനാ പാടേക്കറെ പറ്റി. ആരും ഒന്നും പ്രതികരിക്കുന്നില്ല, മാധ്യമങ്ങൾ അവഗണിക്കുന്നു. 2013 മറ്റോ അവർ വീണ്ടും ഇത് പറയുന്നു. 2018 വീണ്ടും പറയുന്നു. അന്ന് മുംബൈയിലാണ് സംഭവം. അവിടെ കേസെടുക്കുകയോ പിടിക്കുകയോ ചെയ്യുന്നു. ബട്ട് യാതൊരു തെളിവുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് പോകുന്നു. ഇതാണ് മീറ്റു മറ്റ് പല രംഗങ്ങളിലും കിടന്ന് കളിച്ചിട്ട് സിനിമയിലേക്ക് കയറിയ ആദ്യത്തെ സംഭവം. അപ്പോൾ ബോളിവുഡിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത സാധനമാണ്. ഇതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 6 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പുതിയ എന്തോ ഒരു കാര്യം എന്നുള്ള പേരിൽ വരുന്നത്.